ഒരു മൈക്കും പിടിച്ച് എന്ത് തോന്നിയ ദിവസം പറയാമെന്നോ കാനഡയെക്കുറിച്ച്? അത് കേട്ടോണ്ടിരിക്കാൻ കാനഡയിലുള്ള മലയാളികൾ ഉണ്ടാകത്തില്ല. ഇനി ആര് കേട്ടാലും ശരി, അത് ചോദ്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവും. അടുത്തതായിട്ട് അദ്ദേഹം കാനഡയെ കണ്ട ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് കാനഡയിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പുള്ളി എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ട് പുള്ളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കുറേ പുസ്തകങ്ങൾ മേടിച്ച ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുത്ത് അവരങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കും എന്നാണ് പുള്ളിയുടെ വിചാരം. അതിൻ്റെ കുഴപ്പമാണ്, പുള്ളിയുടെ ആ ചിന്തയുടെ കുഴപ്പമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. കാരണം എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 8 വയസ്സും ഒരാൾക്ക് 10 വയസ്സും ഉള്ളവരാണ്. അവർ 4ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവർ സ്കൂളിലെ സെക്സ് എഡ്യൂക്കേഷൻ എന്താ പഠിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. അതിന് ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ പാഠം തുടങ്ങും. ആദ്യം തന്നെ അവർ പഠിക്കുന്നത് പ്രൈവറ്റ് പാർട്സ് ഏതാണ് എന്നുള്ളതാണ്. ഒരു ആൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് എന്താണ്, പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സ് എന്താണ്, ഇത് ആരെ കാണിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇവർ ആദ്യം പഠിക്കുന്നത്, പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സിനെ. ഇൻ കേസ് രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് മറ്റുള്ളവരുള്ള പ്രൈവറ്റ് പാർട്സുകൾ അത് ആരുടെ ആയിക്കോട്ടെ അത് ഒരു രീതിയിൽ ഒളിഞ്ഞു നോക്കാനോ പോകരുത് എന്നുള്ളൊരു അവബോധം അവർക്ക് കൊടുക്കുകയാണ് രണ്ടാമത് ചെയ്യുന്നത്. മൂന്നാമത് ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നത്, മൂന്നാമത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ളതാണ്. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്? അതൊരു പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതികൂലിക്കും, അതിനെ എങ്ങനെ ഡിഫെൻസ് ചെയ്യും എന്നാണ് അവർ ആദ്യം പഠിക്കുന്നത്. ഇൻ കേസ് അങ്ങനെ ഒരു എണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ആരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. സ്പെഷ്യലി ഫസ്റ്റ് അവർ ചെന്ന് ഇൻഫോം ചെയ്യേണ്ടത് പേരൻസിനെയാണ് എന്ന് പറയും. അപ്പം സപ്പോസ് പേരൻസ് പറയുകയാണ് ആ സാരമില്ല, അത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയല്ലേ ഉണ്ടായുള്ളൂ, വലിയ കുഴപ്പമില്ല എന്നൊരു പ്രതികരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ നെക്സ്റ്റ് അത് ആരോട് ചെന്ന് പറയണം എന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. അതിനുശേഷം അതിൽ നിന്ന് എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കണം. അങ്ങനെ അതിൽ നിന്നുണ്ടാവുന്ന ആക്ഷൻസ് ഇന്നതായിരിക്കണം. ഇതൊക്കെയാണ് ആ സ്കൂളിൽ നിന്ന് അവർ പ്രൈമറി ആയിട്ട് പഠിക്കുന്നത്. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അല്ലെ ഒരു കുട്ടി പഠിക്കുന്നത് ഇതാണ്, സെക്സ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്നത്. പുള്ളി ഇതിനപ്പുറം ഒത്തിരി കാട് കയറി ചിന്തിച്ചതിൻ്റെ കുഴപ്പമാണ് ഈ പറഞ്ഞ വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊണ്ടുവരരുത് എന്ന് വാദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചിനെ, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ലൈംഗികമായ ഒരു ചൂഷണങ്ങളോ പീഡനങ്ങളോ ഉണ്ടായാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. കാരണം ഈ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ഇത് അവർക്കറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം, ആരോട് പറയണം? മിക്ക കുട്ടികളും ഇത് കണ്ട് പേടിച്ച് വരണ്ട എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ പിന്നീട് അവർ വലുതാകുമ്പോൾ അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന പല പേടികളും സ്ട്രേഞ്ചേഴ്സും ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു പേടികളെല്ലാം ഉണ്ടാകുന്ന ഈ പണ്ട് കൊച്ചിലെ ഉണ്ടായ അനുഭവത്തിൽ നിന്നായിരിക്കും. അതൊരിക്കലും അവർ പുറത്ത് പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അവരുടെ മാനസികമായിട്ട് വളർച്ചയ്ക്കും എല്ലാം അത് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ നാട്ടിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്ത മൂലം കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് +2 പഠിക്കുമ്പോൾ ആണ് എന്നുള്ളതാണ്. അതിൻ്റെ കുഴപ്പങ്ങളാണ്, പലതിൻ്റെ അറിവില്ലായ്മയാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിൻ്റെ കാര്യം. കാലം മാറി മിസ്റ്റർ. ഇത് 2025 നിൽക്കുന്ന കാലത്ത് ഇപ്പം ഒത്തിരി ചൈൽഡ് അബ്യൂസ് ഓൾ ഓവർ ദ വേൾഡ്, ഒരിക്കലും ഇന്ത്യ മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, ഓൾ ഓവർ ദ വേൾഡ്, കാനഡയും US ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ചൈൽഡ് അബ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുന്നതല്ലേ നല്ലത്? അതോ +2 വരെ ഇതൊന്നും അറിയാതെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്നാണോ ഈ 2025 കാലത്തിൽ നിൽക്കുമ്പോഴും പുള്ളി പറയുന്നത്? ഇങ്ങനെ കണ്ടു വളർന്ന കുട്ടികൾ ടീനേജേഴ്സ് ആകുമ്പം അവർ പല രീതിയിലുള്ള ഡ്രഗ്സിനും അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനും പോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് പോകും. അത് ഈസി ആയിട്ട് കാനഡയിൽ അവൈലബിൾ ആവും എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ നമുക്ക് കാനഡ വിടാം, കേരളത്തിൽ പോവാം. കേരളത്തിൽ ഒരാൾക്ക് കഞ്ചാവ് വേണം എന്ന് വിചാരിച്ചാൽ കിട്ടാൻ പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല. വേണം, എനിക്ക് കഞ്ചാവ് വേണം എന്ന് കേരളത്തിൽ വിചാരിച്ചാൽ കേരളത്തിൽ ലീഗലായിട്ട് ഒരു കടയിലും കിട്ടത്തില്ല. പക്ഷേ എനിക്കിത് വേണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തരാനായിട്ട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെയാണ് കാനഡയിലും. ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറയത്തില്ല. അത് ഈ കാനഡ മാത്രമല്ല, ലോകത്തെവിടെ നമുക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല രീതിയിലും കിട്ടും. പ്രോസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ശരിയായി, ഇപ്പം കേരളത്തിൽ അധികം പ്രോസ്റ്റിറ്റ്യൂഷൻസ് അല്ല വേശ്യകളെ അങ്ങനത്തെ ആൾക്കാരെ ഒന്നും, വേശ്യ ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കേരളത്തിൽ ഇപ്പം ഈ കുറേ നാളായിട്ട് കാണാനില്ല. പക്ഷേ കേരളത്തിൽ നിന്നൊന്ന് മാറി നമുക്കൊന്ന് ബാംഗ്ലൂർ പോയാൽ മതി. ബാംഗ്ലൂർ മജസ്റ്റിക് അണ്ടർപാസിലൊന്ന് പോയി നിന്നാൽ ഈസി ആയിട്ട് കാണാം. ഏത് സമയത്ത് ചെന്നാലും അവിടെ അതിൻ്റെ അടിയിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നിൽക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇതിന് അപ്പുറം പല മെട്രോപൊളിറ്റൻ സിറ്റീസായ ബോംബെയോ അല്ലെങ്കിൽ ഡൽഹിയിലോ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ പല ആൾക്കാർ ഈസി ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ
നമുക്കൊരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അതിന് കാനഡ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഏത് രാജ്യത്തും കിട്ടും. അതൊക്കെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. കുട്ടികൾ അത് കണ്ടുപഠിക്കുന്ന പേരൻസിൽ നിന്നാണ്. പേരൻസ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടുപഠിച്ചിട്ടാണ് കുട്ടികളും അതിലേക്ക് പാത പിന്തുടരുന്നത്. കാനഡയിൽ കഞ്ചാവ് ലീഗലാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ലീഗലാക്കിയത് എന്നൊന്നും നമുക്ക് ആലോചിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കഞ്ചാവ് വേണമെന്ന് വിചാരിച്ചാൽ ഏത് രീതിയിൽ എത്തിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത്. കാനഡ നോക്കിയപ്പോൾ കഞ്ചാവ് പല രീതിയിൽ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആ പൈസകൾ, അതായത് പല ഡോളറും കൊടുത്ത ആൾക്കാർ ഭയങ്കര മോശപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കഞ്ചാവ് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ആ കിട്ടുന്ന പൈസ, വിൽക്കുന്ന ആൾക്ക് കഞ്ചാവിൽ നിന്ന് കിട്ടുന്ന പൈസ അത് പല രീതിയിലുള്ള ടെററിസമോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് മുൻകണ്ടിട്ട് കാനഡ അപ്പം വിചാരിച്ചു നമുക്കിത് ലീഗലാക്കാം. അതായത് കാനഡയിൽ ഒഫീഷ്യൽ ഏത് കഞ്ചാവ് കിട്ടുന്ന കടകൾ പ്രത്യേകം തുടങ്ങി ആ കടയിൽ ആവശ്യമുള്ളവർക്ക് പോയി മേടിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വൺസ് അത് ലീഗലാക്കി കടകൾ തുടങ്ങിയപ്പോഴത്തേക്ക് ആരും മേടിക്കാനില്ലാത്ത അവസ്ഥയായി. കാരണം അത് നമുക്കൊരു സാധനം കിട്ടാതെ വരുമ്പോഴാണല്ലോ അത് കിട്ടാൻ കൂടുതൽ ഒരു ടെൻഡൻസി വരുന്നത്. അതേസമയം കടകളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും കിട്ടുമെന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നത്തില്ല. അതാണ് കാനഡയിലും സംഭവിച്ചത്. അതിന് ഉദാഹരണം വേറെ എങ്ങും പോകണ്ട. കാനഡയിലുള്ള പല കനാബിസ്, അതായത് കഞ്ചാവ് വിൽക്കുന്ന കടകളിൽ ചെന്ന് നോക്കിയാൽ അവർ എപ്പോഴും അവിടെ ഒരു ഫ്രണ്ടിൽ ബോർഡ് വെക്കും, ഡീൽസ് ഉണ്ട്, 50% ഓഫ്, 75% ഓഫ് എന്ന് പറഞ്ഞൊരു ഇത് വെക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്? അവിടെ കച്ചവടം കുറവുള്ളതുകൊണ്ടല്ലേ ഒരിക്കലും അങ്ങനെ ഒരു ഡീൽ വെക്കുന്നത്. ഒരിക്കലും നല്ല രീതിയിൽ കച്ചവടം പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 50% ഓഫറിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 2 ദിവസം മുമ്പ് കേരളത്തിൽ നടന്നൊരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പനും അമ്മയും കഞ്ചാവ് മേടിക്കാൻ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ മകൻ അവരെ വെട്ടിക്കൊന്ന കേസ്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ കാനഡയിലെ പോരായ്മ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. ഇത് ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടാണ്. ഞാൻ ഇതിൽ അധികം എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നില്ല. ശരിയാണ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ചില പോരായ്മകളുണ്ട്. ഒരു ഉദാഹരണം എടുക്കാൻ കേരളത്തിലേക്ക് പോവാം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നുള്ള 30 ലക്ഷം ആൾക്കാർ അത് 1-2 വർഷം കൊണ്ട് കേരളത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ നമുക്കറിയാം നാട്ടിലെ മിക്ക മെഡിക്കൽ കോളേജുകളും ഓൾറെഡി ക്രൗഡഡ് ആയിരിക്കും. രാവിലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേ തിരിച്ച് വരാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ക്യൂ നിൽക്കുകയും അങ്ങനെ കുറച്ച് ഡിലേ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 30 ലക്ഷം ആൾക്കാർ ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് തന്നെയാണ് കാനഡയിലും സംഭവിച്ചത്. അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പോരായ്മ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം ഇതൊക്കെ ഹെൽത്ത് സിസ്റ്റം അത്രയും കൂടുതൽ ഹോസ്പിറ്റൽസും അത്രയും ഡോക്ടേഴ്സുമാരും ഒക്കെ വന്നതിന് ശേഷം മതിയായിരുന്നു ഇത്ര ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾക്കെപ്പോഴും എല്ലാ രാജ്യത്തും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കുട്ടി വളർന്ന് വലുതായി അതിന് വർഷങ്ങളെടുക്കും. അതായത് ഒരു 20 വർഷമൊക്കെ എടുക്കും ഒരു കുട്ടി ടീനേജറായി അഡൽട്ട് ആവുന്ന സ്റ്റേജിലേക്ക് എത്താൻ. അപ്പോഴത്തേക്ക് പല ഹോസ്പിറ്റൽസും എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയധികം ആൾക്കാർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെൽത്ത് സിസ്റ്റം താറുമാറായി. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം തന്നെയാണ്. ഗവൺമെൻറ് അതിനകത്ത് ദീർഘവീക്ഷണം കാണാതെ ഇത്രയധികം ആൾക്കാരെ ഒരുമിച്ച് കാനഡയിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടായത്. പിന്നെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ദിവസം 50-100 പേഷ്യൻസിനെ നോക്കുന്ന സിസ്റ്റം ഇല്ല. ഇവിടെ എല്ലാത്തിനും ഒരു സമയമെടുത്ത്, അതായത് ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ മിനിമം 1 മണിക്കൂർ വെച്ചിട്ട് അവർ കൺസിഡർ ചെയ്താൽ ഒരു ദിവസം മാക്സിമം അവർ നോക്കുന്നത് 10 പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ബാക്ക്ലോഗ് വരികയും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ചിലപ്പം മാസങ്ങളോ വർഷങ്ങളോ വരെ എടുത്തെന്നും വരും. പിന്നെ അദ്ദേഹം വേറൊരു ഉദാഹരണോട് പറയുന്നുണ്ട്. അവർക്കറിയാവുന്ന ഒരു കൊച്ചുകുട്ടി, 2 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഡോറിൻ്റെ സൈഡിൽ വിരൽ വെച്ച് അടയ്ക്കുവാണ്ട് ചെയ്തപ്പോഴത്തേക്ക് ആ വിരൽ അറ്റുപോയി എന്ന് പറയുന്നുണ്ട്. ഉടനെ അവർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വിളിച്ചു കഴിഞ്ഞൊരു 3 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് പ്രൈമറി ആയിട്ടുള്ള എന്തൊക്കെ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഉണ്ടോ അതെല്ലാം അവർ അത് ഓൾറെഡി മാനേജ് ചെയ്തിട്ടുണ്ടാവും. മാനേജ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉടനെ കൊണ്ടുപോയി. അതിന് ശേഷം പക്ഷേ അവർ പറഞ്ഞു അവിടെ 10 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ എന്നുള്ളത്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഉദാഹരണം പറയാം. ആ കുട്ടിക്ക് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനല്ല, അതായത് കൊച്ചിൻ്റെ വിരലറ്റുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനൊരു ലൈഫ് ത്രെട്ടനിങ്, അതായത് ഒരു മരണത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനല്ല. ജസ്റ്റ് അപ്പുറത്തെ റൂമിൽ, ഉദാഹരണം പറയുകയാണ്, ജസ്റ്റ് അപ്പുറത്തെ റൂമിൽ ഒരു 100 വയസ്സുള്ള ഒരാൾ ഹാർട്ട് അറ്റാക്ക് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്ന് കിടപ്പുണ്ടെന്ന് വിചാരിച്ചോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അയാളെ തിരിഞ്ഞു നോക്കത്തില്ല, അതാണ് സംഭവിക്കുക നാട്ടിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏതൊരു വ്യക്തിക്കും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആ കൊച്ചിനെ
കൊച്ചിനെ നോക്കുന്നതിന് പകരം ഉറപ്പായിട്ടും ഡോക്ടർമാരും അങ്ങനത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ 100 വയസ്സുള്ള ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിലായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിന് ശേഷം മാത്രം ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടർമാർ എത്തിയിട്ടുണ്ടാകത്തുള്ളൂ. അങ്ങനെ 10 മണിക്കൂർ അവിടെ എമർജൻസി തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അദ്ദേഹം കാനഡയിലെ ഏറ്റവും നെഗറ്റീവായിട്ട് പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ ക്രൈം റേറ്റ് കൂടി എന്നുള്ളൊരു കണക്ക് കാണിച്ചുകൊണ്ടാണ്. 2015 ശേഷം ഭയങ്കര രീതിയിൽ ക്രൈം റേറ്റ് കൂടിയെന്നാണ്. അതിനെന്താണ് കാരണം? വേറൊന്നുമല്ല, 2015 ശേഷം പോപ്പുലേഷൻ നല്ലതായിട്ട് കൂടി. അതായത് ഞാൻ എൻ്റെ ഒരു നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ജസ്റ്റിൻ ട്രൂഡോയുടെ ആദ്യത്തെ ഭരണകാലം, അതായത് 2015 തൊട്ട് 2020 വരെയുള്ള കാലത്ത് ഒത്തിരി പേരെ പല രാജ്യത്തു നിന്നും, ഇന്ത്യ, ചൈന പോലത്തെ പല രാജ്യത്തു നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിലേക്ക് വരികയുണ്ടായി. അങ്ങനെ ആൾക്കാർ കൂടിയ സമയത്ത് ഓഫ് കോഴ്സ് ഏത് രാജ്യത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്, പോപ്പുലേഷൻ കൂടുമ്പോൾ അവിടെ ഒരു ക്രൈം റേറ്റും കൂടും. കാരണം പല രാജ്യത്തു നിന്നും പല രീതിയിലും പല ബിഹേവിയറും ക്രിമിനൽസുമായിട്ടുള്ള പല ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ക്രൈം റേറ്റ് കൂടുന്നത് സ്വാഭാവികം തന്നെയാണ്. പിന്നെ അദ്ദേഹം കൂടുതൽ പറയുന്നുണ്ട്, എന്താണ് ക്രൈം റേറ്റ് എന്ന് പറയുന്നത്? അതൊരു കൂടുതൽ ഹോമിസൈഡാണ് എന്ന് പറയുന്നുണ്ട്. അതായത് കൊലപാതകങ്ങളാണ് ഈ ക്രൈം റേറ്റ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഞാൻ പറയട്ടെ, കാനഡയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു മോഷണങ്ങളാണ്. ഇപ്പോൾ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ വീടിനകത്ത് കയറി കള്ളൻ മോഷ്ടിക്കുന്നതെന്ന് ഉണ്ടാകുന്ന പോലെ ഇവിടെ ഹൗസ് ബ്രേക്കിങ്സ് വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഹൗസ് ബ്രേക്കിങ്സ് ഉണ്ട്. പക്ഷേ ഒരു വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ ഒരു കള്ളൻ ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ വീട്ടിൽ സ്വർണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ പൈസ ഉണ്ടാവും. ഇവിടെ ഒരു കാനഡയിലെ ഏത് വീട്ടിൽ നോക്കിയാലും ഈ 2 കാര്യങ്ങളും ഉണ്ടാകത്തില്ല. എല്ലാവരും യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ വീട്ടിൽ കയറി ഒരു സ്വർണ്ണോ അല്ലെങ്കിൽ വില പിടിപ്പുള്ള ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത് പിന്നെ എന്താ മോഷണം നടക്കുന്നത്? അത് കാറാണ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കാറുകൾ മോഷണം ഇവിടെ വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരാളിപ്പം കാറ് മോഷ്ടിക്കാൻ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. ഇപ്പം നമ്മളെ അടുത്തോട്ട് വന്നിട്ട് തൊക്കു ചൂണ്ടിയിട്ട് കാറ് മോഷ്ടിക്കാൻ ചേരുമ്പോൾ നമ്മളതിനകത്ത് വലിയ ഹീറോയിസം കാണിക്കുകയല്ല വേണ്ടിയത്. അവനെ ഇടിച്ചിട്ടിട്ട് കാറ് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് വലിയ ഹീറോയിസം കാണിക്കുന്നതിന് പകരം നേരെ കീയം കൊടുക്കുക, കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയിക്കോട്ടെ, എടുത്തോണ്ട് പോയിക്കോട്ടെ, ഒന്നും ചെയ്യണ്ട. നേരെ അന്നേരം തന്നെ അവർ പോയതിന് ശേഷം പോലീസിനെ വിളിക്കുക, കാറ് മോഷണം നടന്നു എന്നുള്ളൊരു FIR രജിസ്റ്റർ ചെയ്യുക, നേരെ ഇൻഷുറൻസിനെ അറിയിക്കുക. ആ കാറിൻ്റെ മുഴുവൻ കാശ് ഇൻഷുറൻസ് വരും. അതിനാണ് ഇൻഷുറൻസ് ഓരോ മാസം വലിയൊരു എമൗണ്ടാണ് കാനഡയിലൊക്കെ ഇൻഷുറൻസ് ആയിട്ട് പേ ചെയ്യുന്നത്. ഏകദേശം ഞാൻ എൻ്റെ കാറിന് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഒരു 15,000 അടുത്താണ്, ഒരു 10,000-15,000 രൂപയുടെ അടുത്താണ് ഞാനൊരു മാസം തന്നെ കാറിന് ഇൻഷുറൻസ് ആയിട്ട് അടയ്ക്കുന്നത്. ഈ കാറിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കുന്നത് ഈ കാറിൻ്റെ അപകടം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഇങ്ങനത്തെ മോഷണങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്നുള്ള കാശ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇൻഷുറൻസിൽ നിന്ന് കാശ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോയി ഒരു ഷോറൂമിൽ ചെന്ന് പുതിയൊരു കാർ അങ്ങ് ബുക്ക് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഇൻ കേസ് ആ ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു 10 മാസം എടുത്തു ആ കാർ ഇനി കിട്ടാനെങ്കിൽ ഓടിച്ചെന്ന് നേരെ ഒരു കാർ റെൻറ്റിന് എടുക്കുക. ആ റെൻറ്റിന് എടുക്കുന്നതിൻ്റെ കാശ് പോലും ഇൻഷുറൻസുകാർ നമുക്ക് തരും. അങ്ങനത്തെ രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് ഇപ്പം മിക്കവരും കാനഡയിൽ എടുക്കാറുള്ളത്. അതുകൊണ്ട് ഒരു കാർ മോഷണം പോകുന്നതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് അവരുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനും ഇടിയായിട്ടുള്ള കാര്യങ്ങളിൽ പോവാതെ നേരെ കീ ചോദിച്ച് അങ്ങനെ വരുവാണെങ്കിൽ കീ അങ്ങ് കൊടുക്കുക, അല്ലെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വരുന്നത് കൊലപാതകങ്ങളാണ്. അദ്ദേഹം പറയുന്നുണ്ട് കാനഡയിലെ ഒത്തിരി രീതിയിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. ഈ മലയാളികൾ ഒരിക്കലും ഇങ്ങനത്തെ ക്രൈം റേറ്റിലൊന്നും പെടാറില്ല. അതായത് ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിനിടയ്ക്ക് മരിക്കുകയോ അങ്ങനെ ഒന്നും റേറ്റുകൾ വളരെ കുറവാണ്. മിക്കപ്പോഴും ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷോപ്പ് റോബറിക്ക് ശ്രമത്തിനിടയ്ക്ക് അവരെ ഇടിച്ചിടാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് മിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു കേസുകളൊക്കെ അടുത്ത് US ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഉണ്ടായത്. അതിന് പകരം അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് മോഷ്ടിക്കുന്നവരെ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊലപാതകങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ കൊലപാതകങ്ങൾ അങ്ങനത്തെ ക്രൈം റേറ്റ് കൂടുതലുള്ളത് പല നേരത്തെ പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിപ്പെട്ട പല ആൾക്കാരുമാണ്. ഇന്ത്യൻസ് പൊതുവെ അങ്ങനെ ക്രൈം റേറ്റിൽ പെടാറില്ല. പിന്നെയും ക്രൈം റേറ്റിലൊക്കെ പെടുന്നത് ഇന്ത്യയിലെ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ചില ആൾക്കാർ മാത്രമാണ്. ഞാനത് സ്പെസിഫൈ ചെയ്യുന്നില്ല. അങ്ങനത്തെ പല ആൾക്കാരും ക്രൈം റേറ്റിലൊക്കെ പെടാറുണ്ട്. പക്ഷേ പൊതുവെ ഞാൻ പല കമ്മ്യൂണിറ്റിയിലും ഇവിടെ കണ്ടിട്ടുള്ളതിനകത്ത് മലയാളികൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ഒരു ക്രൈം റേറ്റിലും നേരിട്ട് പോയി ഇൻവോൾവ് ചെയ്യാറില്ല. കൊലപാതകങ്ങളുടെ കേസ് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെന്താ കൊലപാതകങ്ങളില്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള 2-3 ന്യൂസ് ചാനലുകളുടെ ഒരു പരിപാടിയുടെ പേര് തന്നെയാണ് FIR, ക്രൈം സ്റ്റോറി, അങ്ങനെ പല പേരുകളിലായിട്ട് അവരുടെ പ്രോഗ്രാം തന്നെ അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനകത്ത് അരമണിക്കൂർ ഡിസ്കസ് ചെയ്യുന്നത് ആ ദിവസം എല്ലാ ദിവസവും ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ആ ദിവസം ഉണ്ടായ കൊലപാതകങ്ങളും അങ്ങനത്തെ കേസുകളും പീഡനങ്ങളും ഒക്കെ മാത്രം ഡിസ്കസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. അത് പറയുന്നത് അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഏതെങ്കിലും സംസ്ഥാനത്ത് നടന്ന കേസുകളൊന്നുമല്ല. കേരളത്തിലെ
തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നടന്ന കേസുകളാണ് അരമണിക്കൂർ വീതമുള്ള ആ പ്രോഗ്രാമിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷനുള്ള ഏത് രാജ്യത്തും ഇതുപോലത്തെ കൊലപാതകങ്ങളും മോഷണങ്ങളും ഒക്കെ ഉണ്ടാവും. അത് കാനഡയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അവർ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പിന്നീട് പറയുന്നുണ്ട്. അതായത് ഒരു ഫാമിലി ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയപ്പോൾ അവിടെ 2 പേര് ഇന്ന് ഡ്രഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ കണ്ടു. അതുമാത്രമല്ല, ഡ്രഗ് എക്സ്ചേഞ്ച് ചെയ്ത കൂട്ടത്തിൽ ആ ഡ്രഗ് താഴെ വീഴുകയും അതിലൊരാൾ ആ ഡ്രഗ് തറയിൽ നിന്ന് നക്കി തിന്നുകയും ചെയ്യുന്നവർ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത് നോക്കി നിൽക്കലാണോ നിങ്ങളുടെ ജോലി? ഇതിന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറി നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അങ്ങനെ പല ആൾക്കാരും കാണും ലോകത്ത്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാനഡയിൽ പല സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു ഒക്കെ നമ്മൾ കാണും. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട വായും തുറന്നത് നോക്കി ഇരിക്കുക എന്നുള്ളതല്ല. അതിന് പകരം നമ്മൾ എന്തിനാണോ അവിടെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാനോ വന്നേക്കുന്നത്, ആ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത് വൈ യു ആർ സ്റ്റെയറിങ് അറ്റ് മീ എന്നാണ്. അതായത് നിങ്ങൾ എന്തിനാണ് എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ പലരും ചോദിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. മറ്റുള്ളവർ പലരും പല കാര്യങ്ങളും ചെയ്യും. അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്തോടത്തോളം കാലം ഇതൊന്നും നമ്മുടെ കാര്യമേ അല്ല. ഇങ്ങനെ പലതും നാട്ടിൽ നടക്കുന്നുണ്ട്. കേരളത്തിലും പല കാര്യങ്ങളും ചിലരിപ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന നടക്കുമ്പോൾ 2 പേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ഗ്രൂപ്പായിട്ട് കൂട്ടം കൂടി അടി മുഴുവൻ കാണാറാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനല്ല. അതാദ്യം തന്നെ മനസ്സിലാണ്. പുള്ളി നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പുള്ളി ഇതെല്ലാം ഇങ്ങനെ കാണുമ്പം ഫാമിലി സഹിതം ചെന്ന് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പുള്ളിക്ക് മിഡിൽ ഈസ്റ്റ് വെച്ച് ഒരു അടി കിട്ടിയ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം മനസ്സിലായി എങ്ങനെ അടി കിട്ടിയെന്നുള്ളത്. പിന്നെ നിങ്ങൾ അത്ര ഒരു സിവിക് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇരിക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വഴി വെച്ച് കാണുന്നു എന്ന് വിചാരിക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് നേരെ ഫോൺ എടുക്കുക, 911, അതായത് എമർജൻസി, പോലീസിനെ വിളിക്കാനുള്ള നമ്പറാണ്. നിങ്ങളുടെ കാര്യം നോക്കി പോകുന്ന കൂട്ടത്തിൽ ആ എമർജൻസിനെ വിളിക്കുക. അത് നോക്കിക്കൊണ്ട് നിന്നുകൊണ്ടല്ല വിളിക്കേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോവുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എമർജൻസി വിളിക്കുക. പോലീസ്, ഇവിടുത്തെ കാനഡയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 3 മിനിറ്റ്സ് കൊണ്ട് അവർ എത്തിയിരിക്കും. അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ലീഗൽ ആക്ഷൻ എടുക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോളും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ സിവിക് സെൻസ് ഉണ്ട് എന്ന് വിശ്വാസമുള്ള ഒരാളാണ്, നമുക്ക് രാജ്യത്തോട് നല്ല കടമയോ ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവർ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഇവർ 10 പ്രൊവിൻസിനകത്ത്, കാനഡയിലെ 10 പ്രൊവിൻസിലെ 9 പ്രൊവിൻസുകളും ഓൾറെഡി കാറിൽ യാത്ര ചെയ്ത് കാണുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഇവരെന്താണ് കണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അവരതിന് ഉദാഹരണം പറയുന്നുണ്ട്. അവരൊരിക്കലും ഒരു ഡൗൺ ടൗൺ മാനിറ്റോബയിലെ ഒരു ഹിൽട്ടൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഹിൽട്ടൺ എന്ന് പറയുന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല ഫെസിലിറ്റീസും നല്ല സൗകര്യങ്ങളുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് ഹിൽട്ടൺ. അങ്ങനത്തെ ഒരു ഹിൽട്ടണിൽ അവർ താമസിച്ചപ്പോൾ അവിടെ ഹോംലെസ് ആയിട്ടുള്ള, അതായത് വീടില്ലാത്ത ആൾക്കാർ അവിടെ ഫ്രീ ആയിട്ട് വന്ന് അവിടെ താമസിക്കുകയും ചെയ്തു. ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾ വല്ല ഹിൽട്ടൺ എന്ന് പേരുള്ള ഒരു തുക്കട ലോഡ്ജിലായിരിക്കും നിങ്ങൾ പോയി താമസിച്ചിട്ടുണ്ടാവുക. പല കാനഡയിലെ പല മോട്ടൽസ്, അതിന് മോട്ടൽസ് എന്നാണ് പറയുന്നത്, $20, $30 ഒരു രാത്രിക്ക് റെൻറ്റ് വരുന്ന ഹോട്ടൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ചിലപ്പം പേര് ഹിൽട്ടൺ എന്നും ഹോളിഡേ ഇൻ എന്നും ഒക്കെ ഉണ്ടാവും. ആദ്യം ആ റേറ്റ് നോക്കുന്നതിന് മുമ്പ് അതൊരു ശരിക്കുള്ള 4 സ്റ്റാർ ഹോട്ടൽ തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇതിന് വേറെ ഒന്നും വേണ്ട. ഇപ്പം നിങ്ങൾ തന്നെ ഈ കാണുന്ന പ്രേക്ഷകർ തന്നെ എന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതും ലോകം മുഴുവൻ ശൃംഖലയുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതിനകത്തൊരു 10 റൂമുണ്ട്. നിങ്ങൾ 8 റൂം VIP അല്ല നല്ല കാശ് കൊടുത്ത് താമസിക്കാൻ വരുന്നവർക്ക് കൊടുക്കുകയും 2 റൂം ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരുമോ? ആ 8 പേര് താമസിച്ച 8 പേര് വീണ്ടും ഹോട്ടലിൽ വന്ന് താമസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ തുക്കടയായിട്ടുള്ള ലോഡ്ജിലൊക്കെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാവും. അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അത് കാനഡയല്ല, ഏത് സ്ഥലത്ത് ഏത് രാജ്യത്ത് പോയാലും നല്ലൊരു ഹോട്ടൽ നോക്കി നല്ലൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ നോക്കുക. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഹിൽട്ടൺ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ പുള്ളി ഒരു ബോർഡ് കണ്ടു. അതായത് ഈ കാർ പാർക്ക് ചെയ്തേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. ഈ കാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഹോട്ടലിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു ബോർഡ് അവിടെ കണ്ടു എന്നുള്ളത്.
ഇത് കാണാനായിട്ട് വേറെ എങ്ങും പോകണ്ട, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയാൽ മതി, ഈ ബോർഡ് കാണാൻ പറ്റും. അല്ലെങ്കിൽ മിക്ക സ്ഥലത്തും അങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഏത് സ്ഥലത്തും എഴുതി വെക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് സമയത്ത് വേണം മുകളിൽ നിന്ന് ഒരു ഉൽക്ക വീണ് കാറിന് മുകളിൽ വീഴാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കമ്പനിയും ഒരു ആൾക്കാരും നിങ്ങളുടെ കാറ് ഒരു ഓപ്പൺ സ്പേസിൽ പാർക്ക് ചെയ്യുന്ന ഒരു കാറിനും ആരും വാറൻറ്റി തരാറില്ല. അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. അതിനകത്ത് ബ്രേക്കിങ്സ് ഉണ്ടാവാം, അതായത് അതിനകത്ത് ആൾക്കാർ കയറി മോഷണങ്ങൾ നടത്താം, അല്ലെങ്കിൽ ആ കാർ എടുത്തുകൊണ്ട് പോകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ വേറെ വണ്ടികൾ ആ വഴിക്ക് പോകുമ്പോൾ അതേൽ വന്ന് തട്ടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാ പാർക്കിംഗ് ഏരിയയിലും ജനറലായിട്ട് എഴുതുന്ന ഒരു കാര്യമാണ് ഈ കാർ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ ഇവിടെ പാർക്ക് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കാനഡയിൽ മാത്രമല്ല, എല്ലായിടത്തും എഴുതാറുണ്ട്, ചില സ്ഥലത്ത് എഴുതാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവസാനമായിട്ട് കാനഡ പറയുന്ന കുറ്റം എന്ന് പറയുന്നത് ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് മണി അടിക്കുക, എമർജൻസി അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ടുകൾ വരാറുണ്ടെന്നുള്ളത്. പുള്ളിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. PhD വരെ പഠിച്ച ഒരാൾക്ക് എന്തായാലും വായിക്കാൻ അറിയേണ്ടതാണ്. അതിനകത്ത് എന്താണ് അലേർട്ട് എന്ന് പറഞ്ഞ് വരുന്നത് എന്നുള്ള ഹിസ്റ്ററി പുള്ളിക്ക് അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എമർജൻസി അലേർട്ട് ഇപ്പം പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും എമർജൻസി അലേർട്ട് എന്താണെന്ന് അറിയുന്നുണ്ടാകത്തില്ല. എമർജൻസി അലേർട്ട് എന്ന് പറയുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ ഇത് വെച്ചിട്ടാണ് അലേർട്ട് വരുന്നതെന്നുള്ളത്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ നമ്മളെ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഭീകരവാദികളോ അല്ലെങ്കിൽ 1 കോടി രൂപ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള തട്ടിക്കൊണ്ട് പോകലോ ഒന്നുമല്ല. ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് ആ കുട്ടിയുടെ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ തന്നെ ആയിരിക്കും. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഹസ്ബൻഡ് കുട്ടിയെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാർ ഓടിച്ചങ്ങ് പോകും. അപ്പം ഇവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് ആ അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് ആദ്യം തന്നെ അപ്പനെ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കാൻ നോക്കും. ചിലപ്പോൾ അപ്പൻ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആ കുട്ടിയുടെ അപ്പന് എന്ത് മാനസികാവസ്ഥയിലായിരിക്കും എന്നും പറയാനൊക്കത്തില്ല. ചിലപ്പോൾ ആ കുട്ടിയും കൊണ്ട് ചിലപ്പോൾ ആ അപ്പൻ പോകുന്ന ആത്മഹത്യ ചെയ്യാനായിരിക്കും. ആ വണ്ടി ഇടിച്ച് ഒരു അപകടം ഉണ്ടാക്കി ഉള്ള രീതിയിലുള്ളൊരു പോക്കായിരിക്കും ചിലപ്പം ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഏരിയയ്ക്ക് അടുത്തുള്ള റേഞ്ചിൽ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ ഒരു അലേർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അലേർട്ട് കൊടുക്കുമ്പോൾ ആരെങ്കിലും ഈ മെസ്സേജ് കാണുകയും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനകത്ത് പറയുക കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ കാണും, അപ്പൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണും, പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും വണ്ടിയുടെ കളറും മേക്കും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരെങ്കിലും ആ വഴി കൂടെ പോകുമ്പോൾ അങ്ങനെ ഒരു കാറ് കാണുവാണെങ്കിൽ പെട്ടെന്ന് ആ വഴി പോലീസിനെ അലേർട്ട് ചെയ്യാനും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അവരെന്തെങ്കിലും ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ ഉദാഹരണം പോയി നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ നോക്കിക്കോളൂ, എത്രയോ കുടുംബങ്ങളിലാണ് വഴക്കുണ്ടായിട്ട് അമ്മ കുട്ടികളെ കൊണ്ട് വെള്ളത്തിലെടുത്ത് ചാടിയിട്ടുള്ളത്. എത്രയോ കുടുംബങ്ങളിൽ വഴക്കുണ്ടായതിൻ്റെ പേരിൽ കുട്ടികളെ കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എമർജൻസി അലേർട്ട് എന്ന് പറഞ്ഞ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം എന്താണ് മനസ്സിലാക്കാതെ ചുമ്മാ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്ന ഉടനെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഭീകരവാദികളാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെയാണോ താങ്കൾ ഒരു റിസർച്ചിൻ്റെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്? എനിക്ക് സംശയമാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ട് കാനഡയെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കാനഡ ഇവിടെ നിന്ന് PR കൊടുക്കാതെ പുള്ളി ഇറക്കി വിടുകയാണ് ചെയ്തത്. അതിൻ്റെ കാര്യം പുള്ളിക്ക് ആവശ്യത്തിനുള്ള സ്കില്ലുണ്ടാകത്തില്ല, ഈ രാജ്യത്തിന് വേണ്ടുന്ന ഒരു കാര്യം പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്ന് കാനഡ ഗവൺമെൻറ്റിന് തോന്നിയതുകൊണ്ടാണ് പുള്ളി വർക്ക് വിസയിലാണോ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 2 വർഷത്തിന് ശേഷം പുള്ളിയെ തിരിച്ച് നാട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ ചോദിക്കും എന്തിനാണ് തിരിച്ച് വന്നത് എന്നുള്ളതിന് അവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു മണ്ടത്തര വിഡ്ഢിയായിട്ടാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുള്ള പലരും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, നിങ്ങൾ പറയുന്ന എല്ലാം തെറ്റാണ്, നിങ്ങൾ പറയുന്നതൊക്കെ വിഡ്ഢിത്തരമാണ്. കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കാനഡയിൽ താമസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, 20, 30, 40 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊരാൾ പോലും കാനഡയെക്കുറിച്ച് ഇങ്ങനെ വന്ന് പറയത്തില്ല. വേണമെങ്കിൽ അവർക്ക് ഇതുപോലെ വന്നിട്ട് കാനഡയിലുള്ള കുറ്റങ്ങൾ പറയാം. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജോലി സംബന്ധമായിട്ടോ എനിക്കിവിടെ ഇന്ത്യയെക്കാളും കൂടുതൽ ശമ്പളം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, പക്ഷേ ഇതൊക്കെയാണ് കാനഡയിലെ കുറ്റങ്ങൾ എന്ന് പറഞ്ഞ് ഒരു കാനഡയിൽ നിന്നിട്ടുള്ള സെറ്റിലായിട്ടുള്ള ഒരാൾ പോലും പറയത്തില്ല. ഞാൻ പോലും കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. ഞാനിവിടെ ഓൾറെഡി സെറ്റിൽഡാണ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഭയങ്കര വിഷമം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. ആരെങ്കിലും ഇത് ഇൻസൾട്ട് ചെയ്യാനായിട്ട് പറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.